Hello students, today's our class deals with secondary metabolites. So ഇതിനു മുമ്പിലെ ക്ലാസ്സുകളിൽ നിങ്ങൾ പ്രൈമറി മെറ്റബോളൈറ്റ്സിനെ പറ്റി പഠിച്ചു അല്ലേ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ന്യൂക്ലിക് ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ഇതൊക്കെ വരുന്നത് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. അത് ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് ഫോർ ദ എക്സിസ്റ്റൻസ് that metabolites are very important. Secondary metabolites nu parayunnathu, apart from this, plant produce certain types of substances that are not as much necessary that of the primary metabolites. Primary importance illa, they are of secondary importance. And let us see what actually is this secondary metabolites. Secondary metabolites are the metabolism as the metabolic pathway that are not essential for growth, development or reproduction, but they usually have ecological function, and they are those chemical compounds in organism that are not directly involved in the normal growth, development or reproduction of an organism. In this sense, they are secondary. They are found only specific organism or group of organisms that are an expression of the individuality of the species. So primary metabolism എന്ന് പറയുന്നത് that are essential for growth, development, reproduction. അപ്പം ആ പ്രൈമറി മെറ്റബോളിസത്തിലെ ആ പാത്വേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റ്സ് അതിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നതാണ്. അതേസമയം സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റ്സ് ദേ ആർ നോട്ട് റിക്വയർഡ് ഫോർ ദി എസെൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഓർഗാനിസം. ദേ ആർ മെയിൻലി ഫോർ എക്കോളജിക്കൽ ഫങ്ഷനാണ്. ആൻഡ് ദേ ആർ അത് നോർമൽ ഗ്രോത്തിനെ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ ദേ ആർ സെക്കൻഡറി ഇൻ ദെയർ ആക്ഷൻ. ഇത് ചില സമയത്ത് സ്പെസിഫിക് ഓർഗാനിസത്തിൽ മാത്രം കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് സ്പീഷീസിൽ മാത്രം കാണുന്നതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഹെന്നൻ്റെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് ആ പ്ലാന്റിൻ്റെത്. അപ്പം ആ പ്ലാന്റിൽ ആ ഹെന്ന ഇല്ലെങ്കിൽ അതിന് എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റൂല. ആ ഡൈ ഇല്ലെങ്കിലും അതിന് സർവൈവ് ചെയ്യാം, ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Then they are producing the fatty acids that are required for their production of ATP. Fatty acid metabolismത്തിലേക്കൂടെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്ലാന്റിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് they are producing the primary metabolites. പക്ഷെ in addition to this, ഒരു സെക്കൻഡറി ആയിട്ട് they are something else, some other metabolites ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി in their action, not at all required for their survival purpose. Okay, ഇപ്പം SRD ഇൻഡിക്ക, വേപ്പിൻ്റെ എല്ലാം നമ്മൾ കഴിക്കുമ്പോഴെങ്ങനെയാണ് അതിനൊരു കയ്പടിക്കുന്നുണ്ടല്ലോ, അത് എന്താണ് ആക്ച്വലി അതിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ദെൻ ചെറുനാരങ്ങയിലെ ചെറുനാരങ്ങൻ്റെ ഇല അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ ആ തൊലിയൊക്കെ നമ്മളൊന്ന് വായിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എസിഡിക് ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പ്ലാന്റിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. Now major function of secondary metabolites in plants. The most common role of secondary compound in plants are ecological role that govern interaction between plant and other organism. As toxic material, they provide defense against predators like nicotine and other toxic compounds. They are brightly colored pigments like anthocyanin that color flowers red and blue, which attract pollinators and fruit and seed dispersers, warm other species. They can give bad taste protection from animal or insect. Secondary metabolites aid a plant in important functions such as protection, competition and species interaction, but are not necessary for survival. So major function of secondary metabolites എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കോളജിക്കൽ റോൾ ആണ് അത് മെയിനായിട്ട്. Then they are capable of producing toxic material.
നമുക്കറിയാം ഇപ്പോൾ ടാപ്പിയോക്ക നിങ്ങൾക്ക് കേൾക്കാം. ചില പ്ലാന്റ്സിൻ്റെ അടുത്ത് നമ്മൾ പോകാൻ പാടില്ല. അത് എന്ത് ചെയ്യും, അതിൻ്റെ സർട്ടൻ കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻഹെയിൽ ചെയ്താൽ അല്ലെങ്കിൽ ബോഡിയിൽ സ്പ്രെഡ്. ഇപ്പം ചെറുമരത്തിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ചൊറിച്ചിൽ, ഇച്ചിങ് വിൽ ബി ദർ അല്ലേ, സ്വെല്ല് ചെയ്ത് വരും. അപ്പം ഇതെല്ലാം എന്താണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ആക്ഷൻ. ആ പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ. ഇപ്പൊ ടാപ്പിയോക്കൻ്റെ ലീഫ് പശുക്കൾ കഴിക്കില്ല. അത് കഴിച്ചാൽ ഇറ്റ് വിൽ കോസ് ദ ഡെത്ത് ഓഫ് ദി ഓർഗാനിസം. സോ പ്ലാന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി പ്ലാന്റ്. And it may be toxic material, but still it is protection of the plant. അതേപോലെ തന്നെ certain plants in the color, flowers in the color, anthocyanin pigment ആണ് red blue color produce ചെയ്യുന്നത്. And it is mainly to attract the pollinators. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ സീഡ് ഡിസ്പേഴ്സലിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ടൊമാറ്റോൻ്റെ ഒക്കെ റെഡ് കളർ ആക്ച്വലി ദേ ആർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. And again, some may be giving bad taste protection from animals or insects. അപ്പോൾ സ്വീറ്റ് ടേസ്റ്റ് ആകുമ്പം ആനിമൽസ് അതിനെ കൺസ്യൂം ചെയ്യും. അപ്പം പ്രോപ്പർ ഗ്രോത്ത് നടത്തുന്ന മുമ്പിലേ ആ ഫ്രൂട്ട് കൺസ്യൂം ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആ പ്ലാന്റിന് നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ബാഡ് ടേസ്റ്റ് ആണെങ്കിൽ ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് വിൽ നോട്ട് കൺസ്യൂം ദാറ്റ് പെർട്ടിക്കുലർ seed or that fruit. Then main aim is to import protection, competition and species interaction. And the main item നോക്കുന്നത് ഇതാണ്. And it is not for this necessary for the survival. Primary metabolites പോലെ ഇത് survival അല്ലെങ്കിൽ reproduction help ചെയ്യുന്നില്ല. Mainly secondary in action ആണ് secondary metabolites. Then nearly 80% of the world population relies on traditional medicine for primary health care, most of which involve the use of plant extract. In India, almost 95% of the prescriptions were plant-based in traditional system of Unani, Ayurveda, homeopathy and Siddha. The study of plants continues principally for the discovery of novel secondary metabolites. Around 80% of products were of plant origin and their sales exceed US $65 billion in 2003. That is main ആയിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ ഇതിലാണ് മെയിനായിട്ട് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻ, ഹെൽത്ത് കെയറിൻ്റെ ട്രഡീഷണൽ മെഡിസിൻ എല്ലാം സപ്പോർട്ട് ചെയ്ത് വെക്കുന്നത് ഈ സെക്കൻഡറി ഇതാണ്. 95% ഓഫ് ദി പ്രിസ്ക്രിപ്ഷൻ എല്ലാം പ്ലാന്റ് ബേസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള യുനാനി, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ ഇതൊക്കെ പ്ലാന്റിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അത് എക്കണോമിക്കലി ഇറ്റ് ഈസ് സപ്പോർട്ടിങ് ടു ദി നേഷൻ. ഫോർ എക്സാമ്പിൾ 2003 US $65 billion ആണ് ഇതുകൊണ്ട് സെയിൽ ഉണ്ടായിട്ടുണ്ടായത്. Then these compounds are biosynthesized through series enzyme catalyzed reaction using simple building blocks. But there are several biosynthetic pathways detailed ആയിട്ട് പറയാനില്ല. എന്നാലും ഫോർ എക്സാമ്പിൾ സ്കിമിക് ആസിഡ് പാത്വേയിലേക്ക് കൂടിയാണ് ഫിനൈൽ പ്രൊപ്പനോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെവലോണിക് ആസിഡ് പാത്വേയിലേക്ക് കൂടെ ക്യൂനൻസ്, ടു സി മീഥൈൽ ഡി erythroyl 4-phosphate pathway കൂടെയാണ് certain types of quinones are produced. Amino acid pathway കൂടെ alkaloids are produced. Acetate malonate pathway കൂടെ fatty acid, phenols and quinones are produced. And combined pathway കൂടെ different types of flavonoids are produced. So different types of secondary metabolites are produced. ഇതൊരു പെർട്ടിക്കുലർ പാത്വേയിലേക്ക് കൂടി അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാറ്റി ആസിഡ് സിന്തസിസിലേക്ക് കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാറ്റി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന മാതിരി ഒരു സിമ്പിൾ പാത്വേ അല്ല. ഹിയർ എന്താണ്, ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് മെത്തേഡിലേക്ക് കൂടിയാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടത്തുന്നത്. അങ്ങനെ ഒരു സ്പെസിഫിക് പാത്വേ ആയിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ മെറ്റബോളിസം പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് പാത്വേ ആണ് ലൈക്ക് സ്കിമിക് ആസിഡ്, എമിനോ ആസിഡ് പാത്വേ, ആ രീതിയിൽ ഡിഫറെൻറ്റ് പാത്വേസ് സി.
Next is classification. Based on the structure, secondary metabolites can be classified into alkaloids, flavonoids, phenylpropanoids, quinoids, terpenoids, steroids, tannin, and proteins. Another classification on the biosynthetic origin, they are classified into terpenoids, flavonoids and allied phenolic and polyphenolic compounds, nitrogen containing alkaloids and sulfur containing compound. Now terpenes are classified according to the number of isoprene unit involved in the formation of these compounds. Terpenes എന്ന് പറയുന്നത് actually they are isoprene containing compounds. ഇതിന്റെ isoprene number അനുസരിച്ചിട്ട് terpenoids are further classified into monoterpene, CQ-terpene, diterpene, triterpene, tetraterpene and polymeric terpenoids. ഇപ്പം monoterpene എന്ന് പറയുന്നത് number of carbon atom is 10. CQ-terpene 15 and the number of isoprene unit is 3. Diterpene isoprene unit is 4. Trial is 6, tetra 8, polymeric terpenoids several isoprene units are there and the corresponding example. Polymeric terpenoid example is rubber. So they are given in the table and this is the structure of different types of terpenoids. Then phenolic compounds. Phenolic compounds are classified into simple phenols and polyphenols. Simple phenols are further classified into phenolic acid and coumarins. Okay, then phenolic acid is classified into hydroxycinnamic acid and hydroxybenzoic acid. On the other hand, polyphenols are classified into flavonoids, stibulins, lignans and tannins. Then flavonoids are further classified into flavonols, flavonones, isoflavonones, flavononins, flavonols, anthocyanin, chalcones, etc. So basically they are classified into simple and polyphenols. Then anthocyanid increase the vitamin C level, protect against free radical damage, and they are seen in onion, then strawberry. ഇതിലൊക്കെ കാണുന്നത് anthocyanin. Mainly they are providing the color to the fruits. Proanthocyanid എന്ന് പറയുന്നത് the condensed tannin form ആണ് responsible for androgenicity and strong antioxidant property. കോഫിയിലൊക്കെ കാണുന്നത് proanthocyanidins ആണ്. Then flavonoids. Flavonoids are mainly seen in blackberry, bilberry, white grapes loke കാണുന്നത് flavonoids ആണ് and they are the sources of quercetin, that in onion, apple, broccoli loke കാണുന്നത് flavonoids are different types of flavonoids ആണ്. അതേപോലെ തന്നെ flavonotriols ആണ് gallic acid, catechins ഇതൊക്കെ കാണുന്നത് and they are mainly seen in dark chocolate, plums, cocoa powder, tea, red wine loke കാണുന്നത് mainly flavonotriols ആണ്. Flavonoids എന്ന് പറയുന്നതാണ് ഏത് citrus fruitൽ മെയിൻ ആയിട്ട് കാണുന്നത്. Okay, lime, orange loke കാണുന്ന flavonoids ആണ് and different types include aspartame, naringenin, eriodictyl. ഇതാണ് different types. ഇത്രയും detailed ആയിട്ട് നോക്കണമെന്നില്ല, just for information I am telling. And the best sources are citrus fruit juices. Okay, അതിൽ വരുന്നത് അതാണ്. നമ്മൾ ചെറുനാരങ്ങ ആയാലും ശരി ഓറഞ്ച് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് ഹെസ്പർട്ടിൻ ആണ്. ഫ്ലാവനോയിഡ്സ്. Next is nitrogen containing secondary products, plant products, and they include alkaloids, cyanogenic glycosides and glucosinolates, non-protein amino acids. The alkaloids are generally including alkaline substances that have nitrogen as the part of ring structure. Our ring structure nitrogen will be a part, and more than 6,500 alkaloids are known, and they are the largest classes of
secondary compounds. And some they are very common in certain plant families, especially atropine is a type of alkaloid seen in Atropa bellodana. Then morphine. Morphine is present in Papaver somniferum. Opium poppy. കേട്ടിട്ടുണ്ടാവുമല്ലോ. Tetrodotoxin is a microbial product in fugu and some salamanders. So these are some of the alkaloids, examples of alkaloids, and they are considered as the largest group of secondary compounds. And physiological rules of alkaloids in plants are that it has been suggested by different workers that alkaloids may provide protection against predators. They may act as nitrogen reserve, but this has not been established. And they may act as growth regulators, especially as germination inhibitors. They may help to maintain ionic balance due to their chelating power. So these are some of the physiological role, that is protection, then nitrogen reserve as growth regulators, and they maintain ionic balance. Then these are the different types of alkaloids present in different types of plant species, and their uses are seen on the slide. Some example includes morphine, seen in Papaver somniferum, and it is a pain relief, also used to produce heroin. Produce spelling mistake. Then lysergic acid, same plant, it is used to produce LSD, lysergic acid. So ഇതുപോലെ പല ടൈപ്പ് നിക്കോട്ടിയാന ടൊബാക്കോ ഏതാണ് പുകയില chief addictive ingredient in tobacco, അതാണ് nicotine. So these are some of the alkaloids seen in plant. Ephedra species relieves the discomfort of common cold, sinusitis, ഇതൊക്കെ വരുന്നത് alkaloids ആണ്. Okay. So again, cyanogenic glycosides and glucosinolates. These groups of nitrogen containing secondary metabolites in plant emit volatile poisons or toxin when the plants are crushed. The poison or toxin so release are feeding deterrents to many insect and other herbivores. അതാണ് ചില ചെടികളുടെ അടുത്ത് ഈ ആനിമൽസിനെ എന്താണ് നമ്മൾ കെട്ടിയാൽ പശുക്കളെയൊക്കെ കെട്ടിയാൽ അല്ലെങ്കിൽ ഈ ഹെർബിവോർ പ്ലാന്റ്സ് ഈ ഹെർബിവോർസ് ആയിട്ടുള്ള ആനിമൽസ് ഈ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്താൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നതൊക്കെ സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ് പോലെയുള്ള ആൽക്കലോയിഡ്സിന്റെ പ്രസൻസ് കൊണ്ടാണ്. Okay, they are widely distributed in plants, especially legumes, grasses, and members of family Rosaceae. Emigladin is commonly known cyanogenic glycoside which occur in Cotoneaster and many species of Prunus. So these are some of the examples like linamarin from Phaseolus lunatus, Lotaustralin from Lotus tenuis, Durin from sorghum, and heterodendron from African acacia. We ഒന്നോ രണ്ടോ എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ നോക്കുക അതിൻ്റെ പ്ലാന്റിൻ്റെ യൂസസ്. Then mustard oil glycosides and structure ആണിത്. Then they commonly contain nitrogen and sulfur and mainly found in the family Cruciferae. Cruciferae എന്ന് പറയുന്നത് കടുകിൻ്റെ ഫാമിലിയാണ്. When such plants are crushed, they come in contact with enzyme thioglucosidase released from other parts of plants. They give rise to pungent volatile toxins such as isothiocyanates and nitriles, which provide strong deterrent to feeding insect and other herbivores. നമ്മൾ ചില പ്ലാന്റ്സിൻ്റെ ഇലകൾ പൊട്ടിച്ചാൽ അതിനൊരു തരം സ്മെല്ല് വരും. ചിലത് നല്ല ഫ്രാഗ്രൻസ് പോലെയുള്ളതായിരിക്കും, ചിലത് എന്താണ് ഭയങ്കര ദുർഗന്ധം തരുന്നതായിരിക്കും. നമുക്ക് ആ സ്പേസിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. അത് പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് അതൊരു പ്രൊട്ടക്ഷനാണ്. അതേസമയം ഇൻസെക്റ്റിനെയോ ആനിമൽസിനെയോ സംബന്ധിച്ചിട്ട്
അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ തന്നെ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പ്ലാന്റ്സ്, ക്രൂസിഫെറേ ഫാമിലി. Then the last group is non-protein amino acid. Then apart from those 20 amino acids which constitute proteins in plants, there is a large group of over 200 different amino acids which occur free in plant cell and are not incorporated into proteins. These free amino acids are called non-protein amino acids. ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു. ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ പഠിക്കുമ്പോൾ തന്നെ പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് 20 എമിനോ ആസിഡ്സ് എന്ന് പഠിച്ചു, ഇമ്പോർട്ടൻറ്റ് എമിനോ ആസിഡ് അല്ലേ. ആൻഡ് ബിസൈഡ്സ് ദിസ് ദർ ആർ 200 ഡിഫറെൻറ്റ് എമിനോ ആസിഡ്സ് ആർ ദർ, നോൺ പ്രോട്ടീനസ് എമിനോ ആസിഡ്സ് എന്ന് പറയുന്നതിന്. ആൻഡ് ദേ ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, and these free amino acids are called non-protein amino acids, and the main function is protective against herbivores. And some example includes canavanine closely resembles the structure with arginine and acetidine. 2-carboxylic acid is a close analog of proline. ഇത് രണ്ട് സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ canavanine. canavanine എന്ന് ഓർത്ത് വെക്കാൻ നോക്കുക, നോൺ പ്രോട്ടീൻ എമിനോ ആസിഡ്സ്. Now main for application of secondary metabolites എന്ന് പറയുന്നത് ഒന്ന് ഡിഫെൻസീവ് മെക്കാനിസം, മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, റിക്രിയേഷണൽ ഡ്രഗ്സ്. റിക്രിയേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോഴേ ന്യൂസ് പേപ്പറിലൊക്കെ കാണില്ലേ, എന്താണ് അത്ലറ്റ്സ് ചില ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. സോ സച്ച് ഡ്രഗ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് റിക്രിയേഷണൽ ഡ്രഗ്സ്. അത് ചില സമയത്ത് ഇങ്ങനത്തെ ഡ്രഗ്സ് എടുക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരും, ചിലപ്പോഴും അതെന്തായിരിക്കും ഒരു ഡ്രൗസിനെസ് ഫീലിങ്സ് ഉണ്ടാവും. ആ രീതിയിൽ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ഉണ്ടാവും ചില സമയത്ത് ഈ ഓപ്പിയം പോപ്പീൻ്റെ ഡ്രഗ്സ് ഒക്കെ എടുത്താലും. Okay, then some are using as flavoring agents and fragrance, then dye and pigments ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. Then some have ecological roles. ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ നേരത്തെ പെസ്റ്റിസൈഡ്സ് ആ രീതിയിൽ പറഞ്ഞു. നമ്മൾ എന്താണ് പല പ്ലാന്റ്സിൻ്റെയും സാർഡിയാക് ഇൻഡിക്ക, നീമിൻ്റെ പ്ലാന്റ്സ്, നീം പ്ലാന്റ്സിൽ എന്തുണ്ടാവും, സർട്ടൻ ടൈപ്സ് ഓഫ് കെമിക്കൽസ് വിൽ ബി പ്രസൻറ്റ്. അതാണ് അതിന് ആ കയ്പ്പ് രസം കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ആനിമൽസ് എന്ത് ചെയ്യില്ല, ഹെർബിവോർസ് ആ ലീഫ് കൺസ്യൂം ചെയ്യില്ല. ദെൻ മെഡിസിൻ, തുളസീൻ്റെ ലീഫിൻ്റെ അത് മെയിൻലി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആണ്, അതിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അത് എന്താ പല അസുഖത്തിന് അതിന് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ഇച്ചിങ് ഉണ്ടായാൽ, ഒരു ചൊറിച്ചിലുണ്ടായാൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളതിൻ്റെ നീര് തടുക ചെയ്യുന്നത് അല്ലേ. അതൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് തന്നെ എങ്ങനെയാണ്, മെയിനായിട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലാന്റ്. ഡൈസ് ആൻഡ് പിഗ്മെൻറ്റ്, ഇൻഡിഗോ പ്ലാന്റിൻ്റെ പിഗ്മെൻറ്റ്, ഇൻഡിഗോ ഫെറയിലെ പിഗ്മെൻ്റ് ആണ് ഇൻഡിഗോ. ആ കളറ് കൊടുക്കുന്നത് ഇപ്പോഴാണ് നീലമൊക്കെ ഉജാലയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പണ്ട് കാലത്ത് അതിൻ്റെ എന്താണ് ഈ ഇൻഡിഗോ പ്ലാന്റിൻ്റെ ഡൈ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹെന്നേൻ്റെ ഡൈ ആണ് കളറിൽ, കയ്യിൽ മൈലാഞ്ചി ഇട്ടാൽ നിറം വരുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡൈ പ്രസൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലാന്റ്. ഇപ്പോൾ ഡൈ ആൻഡ് പിഗ്മെൻറ്റ്സ്. ഫ്ലേവറിങ് ഏജൻറ്റ്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റ്സ്, പല എന്താ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസിൻ്റെ ഫ്ലേവേഴ്സ് കൊടുക്കുന്നത്, റൂസിൻ്റെത്, അതേപോലെ ജാസ്മിൻ, ഈ ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടുന്നത് ആക്ച്വലി എന്താണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. സോ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ പ്രൊഡ്യൂസിങ് എ വൈഡ് റോൾ ലൈക്ക് ഡിഫെൻസ് മെക്കാനിസം, മെഡിസിൻ, റിക്രിയേഷണൽ ഡ്രഗ്സ്, then flavoring agents, dye and pigments and ecological role. അപ്പോൾ ഇതാണ് വളരെ ബ്രീഫായിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഉണ്ട്, ബേസ്ഡ് ഓൺ ദ സിന്തസിസ് ഉണ്ട്, ആൻഡ് ഡിഫറെൻറ്റ് പാത്വേ ഓഫ് സിന്തസിസ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. താങ്ക് യു.